നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടൊരു ഒഴിച്ചുകറിയാണ് കേട്ടോ ചെയ്യുന്നത്. കുമ്പളങ്ങ കൊണ്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഒഴിച്ചുകറി. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് ഒരു 8-10 ചെറിയ ഉള്ളി, പിന്നെ ഒരു പച്ചമുളക് ഇത് കട്ട് ചെയ്ത് അങ്ങ് ചേർത്ത് കൊടുത്തു. ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് സമയം വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഒരല്പ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ ഒരല്പം വലുതായി കട്ട് ചെയ്തത് ഇതാ ഇത്രയുണ്ട്, ഇതങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതും ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്യാം. ഈ പൊടിയുടെയൊക്കെ പച്ചമണം നല്ലതുപോലെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് അടി പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ 2 തക്കാളി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ വീട്ടിലുണ്ടായ കുമ്പളങ്ങയാണ് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വെന്ത് വരും. അല്ലെങ്കിൽ തന്നെ കുമ്പളങ്ങയ്ക്ക് ഒരുപാട് വേവില്ലല്ലോ, പെട്ടെന്ന് തന്നെ വെന്ത് വരുമല്ലോ. അപ്പോൾ ഇത് വേവാൻ ആവശ്യത്തിന് ഒരുപാട് വെള്ളം വേണ്ട. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ പറ്റിയൊരു കറിയാണ് കേട്ടോ ഇത്. പിന്നെന്താ പറയുക, ഒരു ഭയങ്കര സംഭവമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിലും നല്ല ടേസ്റ്റുള്ള ഒരു കറി തന്നെയാണ്. ചോറിൻ്റെ കൂടെയാണ് ഒന്നുകൂടി നല്ലത് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇനി ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് വരും. പെട്ടെന്ന് വേവുന്ന കുമ്പളങ്ങയായിരുന്നു. ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി നോക്കാം കുമ്പളങ്ങയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ടോയെന്ന്. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ കഷ്ണം ഒട്ടും ഉടയാതെ തന്നെ കിടക്കണം. എന്നാൽ നല്ലതുപോലെ വേകുകയും വേണം. ഇപ്പം നമ്മുടെ കഷ്ണങ്ങളിവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പിടി തേങ്ങ നല്ലതുപോലെ അരയ്ക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് അതങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളം ചേർത്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഗ്രേവി പാടില്ല, എങ്കിലും ഒരല്പം ഗ്രേവി ആവശ്യമാണ് കേട്ടോ ഈ കറിക്ക്. എന്നിട്ട് നല്ലതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നമ്മൾ ഈ അരച്ച് ചേർത്ത തേങ്ങയുടെ ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറി വരണം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുകൊന്ന് വറുത്ത് ചേർക്കണം. ഒരു തടുക്കാ പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. വെളിച്ചെണ്ണ തന്നെ ചേർക്കണം കേട്ടോ, അപ്പോഴാണ് ഈ കറിക്ക് ടേസ്റ്റ്. ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുകിൻ്റെയൊക്കെ അളവ് നമ്മുടെ ഇഷ്ടം പോലെ. ചിലർക്കാണെങ്കിൽ ഒരുപാട് കടുക് അങ്ങനെ കിടക്കുന്നതിൽ താല്പര്യം ഉണ്ടാവില്ല. ഇവിടെ അങ്ങനെയാണ്. അവിടെ കുറച്ച് കടുക് ചേർക്കാറുള്ളൂ. പിന്നെ അതിലേക്ക് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തു. നല്ലതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തു. ചെറിയ ഉള്ളി ഒന്ന് ഫ്രൈ ആയി വരട്ടെ.
ഇനി നമുക്ക് ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതേ ഇത് കടുക് വറുത്തെടുത്തത് കറിയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ല കിഡിലൻ ടേസ്റ്റിൽ നമ്മുടെ സിമ്പിൾ കുമ്പളങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.